Hi dears, welcome back to JJ Lectures. ഇന്ന് നമ്മൾ സെക്ഷൽ റിപ്രൊഡക്ഷനിലെ ഇവന്റ്സിനെ കുറിച്ചാണ് നോക്കുന്നത്. അപ്പോൾ ഇതിൽ 3 ഇവന്റ്സ് ഉണ്ട്. പ്രീ ഫെർട്ടിലൈസേഷൻ ഇവന്റ്സ് ആൻഡ് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവന്റ്സ്. ഫെർട്ടിലൈസേഷൻ എന്താണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. എന്താണ് ഫെർട്ടിലൈസേഷൻ? ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത് മെയിൽ ഗമീറ്റ്സിന്റെയും ഫീമെയിൽ ഗമീറ്റ്സിന്റെയും ഫ്യൂഷനാണ്. ഓക്കെ, അപ്പോൾ പ്രീ ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് ഫെർട്ടിലൈസേഷന് മുൻപുള്ള ഇവന്റ്സ് ആണ് പ്രീ ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് എന്ന് പറയുമ്പോൾ ഗമീറ്റ്സിന്റെ ഫ്യൂഷൻ നടക്കുന്നതിന് മുമ്പ് നടക്കുന്ന ഇവന്റ്സ് ആണ് പ്രീ ഫെർട്ടിലൈസേഷൻ ഇവന്റ്സ്. ആൻഡ് ഗമീറ്റ്സിന്റെ ഫെർട്ടിലൈസേഷൻ നടന്നതിന് ശേഷം നടക്കുന്ന ഇവന്റ്സ് ആണ് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവന്റ്സ്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ പ്രീ ഫെർട്ടിലൈസേഷൻ ഇവന്റ്സിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. Pre-fertilization events include all events prior to fusion of gametes. Fertilization മുമ്പ് നടക്കുന്ന ഇവന്റ്സ് ആണ് പ്രീ ഫെർട്ടിലൈസേഷൻ ഇവന്റ്സ്. പ്രീ ഫെർട്ടിലൈസേഷൻ ഇവന്റ്സിൽ 2 മെയിൻ ഇവന്റ്സ് നടക്കുന്നുണ്ട്. ഏതൊക്കെയാണത്? ഗാമിറ്റോജെനസിസ് ആൻഡ് ഗമീറ്റ് ട്രാൻസ്ഫർ. ഓക്കെ, അപ്പോൾ എന്താണ് ഗമീറ്റോജെനസിസ്? ജെനസിസിന്റെ മീനിങ് നമുക്കറിയാം. ഇറ്റ് ഈസ് സിന്തസിസ് അല്ലെങ്കിൽ ഫോർമേഷൻ എന്ന് പറയും ജെനസിസിന്റെ മീനിങ്. അപ്പൊ ഗാമീറ്റോജെനസിസ് എന്ന് പറയുന്നത് എന്താ? ഗാമീറ്റിന്റെ ഫോർമേഷൻ അല്ലെങ്കിൽ സിന്തസിസിനെയാണ് ഗാമീറ്റോജെനസിസ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ഇവന്റ് ഇസ് ഗാമീറ്റ് ട്രാൻസ്ഫർ. ഓക്കെ, അപ്പൊ പ്രീ ഫെർട്ടിലൈസേഷൻ ഇവന്റ്സിൽ ആദ്യത്തെ ഇവന്റ് ആണ് ഗാമീറ്റോജെനസിസ്. ഗാമീറ്റോജെനസിസ് ദ ഫോർമേഷൻ ഓഫ് ഗാമീറ്റ്സ്. സോ വാട്ട് ഈസ് ഗാമീറ്റ്സ്? ഗാമീറ്റ്സ് എന്ന് പറയുന്നത് they are reproductive cells, and examples of reproductive cells are egg, sperm, and gametes are haploid in number. They are haploid cells. എന്ന് പറയുമ്പോൾ they have half number of chromosome. For example, human നമുക്കറിയാം we have 46 chromosome. പക്ഷേ എഗ്ഗും അത് സ്പേമും അത് ഹാപ്ലോയിഡ് നമ്പർ ആണ്, അത് ഹാപ്ലോയിഡ് സെല്ലാണ്. അതുകൊണ്ട് തന്നെ they contain 23 chromosomes. പകുതി ഉണ്ടാകുള്ളൂ ക്രോമസോമിന്റെ നമ്പർ. ആൻഡ് the 2 gametes present are female gametes and male gametes. So ഇനി നമുക്ക് മെയിൽ ഗാമീറ്റ്സിന്റെ ഫീമെയിൽ ഗാമീറ്റ്സിന്റെ ഡിഫറൻസ് നോക്കാം. ഓക്കെ, മെയിൽ ഗാമീറ്റ്സ് സാധാരണ they will be small. പക്ഷെ ഫീമെയിൽ ഗാമീറ്റ്സ് ലാർജ് ആയിരിക്കും, അതിന്റെ സൈസ് വലുതായിരിക്കും. ആൻഡ് മെയിൽ ഗാമീറ്റ്സ് ഹാവ് 1 or 2 flagella. Therefore male gametes are motile. പക്ഷെ ഫീമെയിൽ ഗമീറ്റ്സിന് സാധാരണ ഫ്ലജല്ല കാണാറില്ല. ആൻഡ് ദെയർഫോർ ദേ ആർ നോൺ മോട്ടൈൽ. അപ്പൊ ഗമീറ്റ്സിന്റെ മോർഫോളജി അല്ലെങ്കിൽ അപ്പിയറൻസ് വെച്ചിട്ട് നമുക്ക് ഗമീറ്റ്സിനെ 2 ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ആദ്യതാണ് ഹോമോ ഗമീറ്റ്സ് അല്ലെങ്കിൽ ഐസോ ഗമീറ്റ്സ് എന്ന് പറയും. ആൻഡ് അതർ ഈസ് ഹെട്രോ ഗമീറ്റ്സ്. ഹോമോ ഗമീറ്റ്സിൽ ആ ഓർഗാനിസിന്റെ 2 ഗമീറ്റ്സും ഫീമെയിൽ ഗമീറ്റ്സും അതുപോലെ മെയിൽ ഗമീറ്റ്സും ദേ ആർ സിമിലർ ഇൻ അപ്പിയറൻസ്. ഹെട്രോഗമീറ്റ്സിൽ ആ ഓർഗാനിസത്തിന്റെ 2 ഗമീറ്റ്സും ദേ വിൽ ബി മോർഫോളജിക്കലി ഡിസ്റ്റിങ്. ഹോമോ ഗമീറ്റ്സിലെ ഗമീറ്റ്സ് ദേ ആർ സിമിലർ ഇൻ അപ്പിയറൻസ് എന്ന് പറഞ്ഞു. അത് 2 സിമിലർ ആയതുകൊണ്ട് തന്നെ അതിലെ മെയിൽ ഗമീറ്റ്സ് ഏതാ ഫീമെയിൽ ഗാമീറ്റ്സ് എന്ന് നമുക്ക് അങ്ങനെ കാറ്റഗറൈസ് ചെയ്യാൻ പറ്റില്ല. 2ഉം ഒരേപോലെ ഇരിക്കും. പക്ഷെ ഹെട്രോഗമീറ്റ്സിൽ അത് 2രും മോർഫോളജിയിൽ ഡിസ്റ്റിങ്ക്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് മെയിൽ ഗമീറ്റ്സും ഫീമെയിൽ ഗാമീറ്റ്സിൽ നിന്ന് നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ മെയിൽ ഗാമീറ്റ്സ് സാധാരണ വിളിക്കുന്ന പേരുകളാണ് ആന്ത്രോസോയിഡ് ഓർ സ്പെർം. ഫീമെയിൽ ഗാമീറ്റ്സിന് എഗ് ഓർ ഓവം എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ ഹോമോ ഗാമീറ്റ്സ് അല്ലെങ്കിൽ ഐസോ ഗാമീറ്റ്സ് കാണുന്ന ഓർഗാനിസത്തിന്റെ എക്സാമ്പിൾ ആണ് ക്ലാഡോഫോറ. ക്ലാഡോഫോറ എന്ന് പറയുന്നത് ഒരു ആൽഗയാണ്. അതിന്റെ 2 ഗാമീറ്റ്സും സിമിലർ ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കതിനെ മെയിൽ ഗാമീറ്റ്സ് എന്നോ ഫീമെയിൽ ഗാമീറ്റ്സ് എന്നോ കാറ്റഗറൈസ് ചെയ്യാൻ പറ്റില്ല. ഹെട്രോ ഗാമീറ്റ്സിന്റെ എക്സാമ്പിൾ ആണ് ഹോമോസാപ്പിയൻസ്, ഹ്യൂമൻ ബീങ്സ്. ഓക്കെ, അടുത്തായിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നതാണ് സെക്ഷുവാലിറ്റി ഇൻ ഓർഗാനിസം. അപ്പൊ ആദ്യത്തേതാണ് യൂണിസെക്ഷൽ ഓർഗാനിസം ആൻഡ് നെക്സ്റ്റ് ഇസ് ബൈസെക്ഷൽ ഓർഗാനിസം. അപ്പൊ യൂണിസെക്ഷൽ ഓർഗാനിസം എന്ന് പറയുന്നത് യൂണി മീൻസ് സിംഗിൾ എന്ന് പറയുമ്പോൾ ഒരു ഓർഗാനിസത്തിൽ ഒരു സിംഗിൾ ടൈപ്പ് ഓഫ് റിപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ മാത്രമേ കാണുള്ളൂ. വിച്ച് മീൻസ് ഫീമെയിൽ ഓർഗാനിസം ആണെങ്കിൽ അതിന് ഫീമെയിൽ ഗമീറ്റ് മാത്രമേ കാണുള്ളൂ, മെയിൽ ആണെങ്കിൽ മെയിൽ ഗമീറ്റ് മാത്രമേ കാണുള്ളൂ.
ഇനി ബൈസെക്ഷൽ ആണെങ്കിൽ ഒരു ഓർഗാനിസിൽ 2 ടൈപ്പ് ഓഫ് റിപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സും കാണും. ഓക്കെ, ഫീമെയിൽ ഗമീറ്റും കാണും, അതേപോലെ മെയിൽ ഗമീറ്റ്സും സിംഗിൾ ഓർഗാനിസത്തിലാണ് കാണും. അങ്ങനത്തെ ഓർഗാനിസത്തിനെ പറയുന്നതാണ് ബൈസെക്ഷൽ ഓർഗാനിസംസ്. ഇനി പ്ലാന്റ്സിൽ അതേപോലെ ഫഞ്ചൈലൊക്കെ ഈ യൂണിസെക്ഷൽ ആ കണ്ടീഷനെയാണ് ഹെട്രോതാലിക് അല്ലെങ്കിൽ ഡയേഷ്യസ് എന്ന് പറയുന്നത്. ബൈസെക്ഷൽ കണ്ടീഷൻ ആണെങ്കിൽ പ്ലാന്റ്സിലും ഫംഗയിലും നമുക്ക് അതിനെ ഹോമോതാലിക് അല്ലെങ്കിൽ മോണീഷ്യസ് എന്ന് വിളിക്കും. ഇനി അനിമൽസിന്റെ കേസിലാണ് നമ്മൾ ഹെർമാഫ്രോഡൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഹെർമാഫ്രോഡൈറ്റ്സിന്റെ എക്സാമ്പിൾ നമുക്കറിയാം, എർത്ത് വേം. ഓക്കെ, എർത്ത് വേമില് ഫീമെയിൽ ഗമീറ്റ്സും മെയിൽ ഗമീറ്റ്സും രണ്ടും ഉണ്ടാകും ഒരുമിച്ച്. ഓക്കെ, അപ്പോൾ യൂണിസെക്ഷൽ ഓർഗാനിസിന്റെ എക്സാമ്പിൾസ് ആണ് പപ്പായ, ഡേറ്റ് പാം, കോക്രോച്ച്, അതേപോലെ ഹ്യൂമൻ ബീങ്സ്. ഓക്കെ, ഇനി ബൈസെക്ഷൽ ഓർഗാനിസിന്റെ എക്സാമ്പിൾ ആണ് കോക്കനട്ട്, കുക്കുംബർ, എർത്ത് വേം ഒക്കെ. ഓക്കെ, അപ്പോൾ ഇനി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ യൂണിസെക്ഷൽ ഫ്ലവേഴ്സിനെ കുറിച്ച് പറയാനുണ്ട്. അപ്പോൾ യൂണിസെക്ഷൽ ഫ്ലവേഴ്സ് 2 ടൈപ്പ് ഉണ്ട്, സ്റ്റാമിനേറ്റ് ഫ്ലവേഴ്സ് ആൻഡ് പിസ്റ്റലേറ്റ് ഫ്ലവേഴ്സ്. അപ്പോൾ മെയിൽ ഫ്ലവറിനെ പറയുന്ന പേരാണ് സ്റ്റാമിനേറ്റ് ഫ്ലവേഴ്സ് എന്ന്, അതേപോലെ ഫീമെയിൽ ഫ്ലവറിനെ പറയുന്നതാണ് പിസ്റ്റലേറ്റ് ഫ്ലവേഴ്സ് എന്ന്. അപ്പോൾ മെയിൽ ഫ്ലവേഴ്സ് അല്ലെങ്കിൽ സ്റ്റാമിനേറ്റ് ഫ്ലവേഴ്സിൽ സ്റ്റാമിൻ ഉണ്ടാകും, പിസ്റ്റലേറ്റ് ഫ്ലവേഴ്സിൽ പിസ്റ്റലായിരിക്കും പ്രസന്റ് ആയിട്ടുള്ളത്. നമ്മൾ ഗമീറ്റ്സിന്റെ ഡെഫിനിഷൻ പഠിച്ചു, അതേപോലെ കുറച്ച് ടേംസ് ഒക്കെ പഠിച്ചു. ഇനി നമ്മൾ ഗമീറ്റ്സ് എങ്ങനെ ഉണ്ടാകുന്നെന്ന് നോക്കാം. ഓക്കെ, അപ്പൊ ഗമീറ്റ്സ് ഉണ്ടാകുന്നത് ഒരു പാരന്റ് ബോഡിയിൽ നിന്നായിരിക്കാം. അപ്പൊ പാരന്റ് എന്ന് പറയുന്നത് ഒരു ഡിപ്ലോയിഡ് പാരന്റ് ആവാം, അല്ലെങ്കിൽ ഒരു ഹാപ്ലോയിഡ് പാരന്റ് ആകാം. നമുക്കറിയാം ഗമീറ്റ്സ് എന്ന് പറയുന്നത് ഹാപ്ലോയിഡ് ആണെന്നറിയാം, ഹാഫ് നമ്പർ ഓഫ് ക്രോമസോംസ് ഉണ്ടാവുള്ളൂ എന്നറിയാം. അപ്പോൾ ഡിപ്ലോയിഡ് ഓർഗാനിസം ആണെങ്കിൽ അതിന് 2n ആയിരിക്കും. അപ്പൊ അത് n ആകണമെങ്കിൽ അല്ലെങ്കിൽ ഹാഫ് നമ്പർ ഓഫ് ക്രോമസോം ആവണമെങ്കിൽ അത് ഒരു മിയോട്ടിക് ഡിവിഷൻ നടക്കണം. അതേപോലെ ഹാപ്ലോയിഡ് പാരന്റ് ആണെങ്കിൽ അതിന് ഓൾറെഡി ഹാഫ് നമ്പർ ഓഫ് ക്രോമസോമേ ഉള്ളൂ. അപ്പൊ അതിന് ഗമീറ്റ്സ് ഉണ്ടാക്കണമെങ്കിൽ മൈറ്റോട്ടിക് ഡിവിഷൻ നടക്കണം. ഓക്കെ, അപ്പോൾ ഇൻ കേസ് ഓഫ് ഡിപ്ലോയിഡ് പാരന്റ് ബോഡി അവർക്കൊരു സ്പെഷ്യലൈസ്ഡ് സെൽസ് ഉണ്ടാകും, ആൻഡ് ദേ ആർ കോൾഡ് മിയോസൈറ്റ്സ്. അപ്പോൾ ദീസ് മിയോസൈറ്റ്സ് ആർ ഗമീറ്റ് മദർ സെൽസ്. ഈ മിയോസൈറ്റ്സിൽ മിയോസിസ് നടക്കുമ്പോൾ ഈച്ച് ഗമീറ്റ് വിൽ ഗെറ്റ് ഹാഫ് കോപ്പി ഓഫ് ക്രോമസോം, അല്ലെങ്കിൽ അവർ ഹാപ്ലോയിഡ് ആയിട്ട് മാറും. ഓക്കെ, അങ്ങനെയാണ് ഡിപ്ലോയിഡ് ഓർഗാനിസത്തിൽ ഗാമീറ്റ് ഫോം ചെയ്യുന്നത്. മിയോട്ടിക് ഡിവിഷൻ വഴി ഗാമീറ്റ്സ് ഉണ്ടാകുന്ന ഓർഗാനിസത്തിന്റെ എക്സാമ്പിൾസ് ആണ് ചിറോഡോഫൈറ്റ്സ്, ജിംനോസ്പെർംസ്, ആൻജിയോസ്പെർംസ് ആൻഡ് ഹ്യൂമൻ ബീങ്സ്. ഇനി മൈറ്റോട്ടിക് ഡിവിഷൻ വഴി ഗാമീറ്റ്സ് ഉണ്ടാകുന്ന ഓർഗാനിസം ആണ് ഫഞ്ചൈ, ആൽഗെ ആൻഡ് ബ്രയോഫൈറ്റ്സ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഗാമീറ്റോജെനസിസ് നടന്ന് ഗാമീറ്റ്സ് ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പ്രീ ഫെർട്ടിലൈസേഷൻ ഇവന്റ്സിൽ നടക്കുന്ന രണ്ടാമത്തെ ഇവന്റ് ആണ് ഗമീറ്റ് ട്രാൻസ്ഫർ. ഫ്യൂഷൻ ഓഫ് ഗമീറ്റ്സ് നടക്കണമെങ്കിൽ നമ്മൾ മെയിൽ ഗമീറ്റ്സിനെയും ഫീമെയിൽ ഗമീറ്റ്സിനെയും വി മസ്റ്റ് ഫിസിക്കലി ബ്രോട്ട് ദം ടുഗെദർ, എന്നാൽ മാത്രമാണ് അവിടെ ഫെർട്ടിലൈസേഷൻ നടക്കുള്ളൂ. സോ ഹൗ ബോത്ത് ഗമീറ്റ്സ് ഗെറ്റ് മീറ്റ്, അതാണ് നമ്മളിവിടെ ഗമീറ്റ് ട്രാൻസ്ഫറിൽ പഠിക്കുന്നത്. മോസ്റ്റ് ഓഫ് ദ ഓർഗാനിസത്തിൽ മെയിൽ ഗമീറ്റ്സ് മോട്ടൈൽ ആയിരിക്കും, ഫീമെയിൽ ഗമീറ്റ്സ് നോൺ മോട്ടൈൽ ആയിരിക്കും, ദേ വിൽ ബി സ്റ്റേഷനറി. ഓക്കെ, സോ ഈ കേസിൽ മെയിൽ ബോഡിയിൽ നിന്ന് മെയിൽ ഗമീറ്റ്സ് പുറത്തേക്ക് വരണം, ആൻഡ് ദേ ഷുഡ് എൻ്റർ ദ ഫീമെയിൽ ബോഡി ആൻഡ് ഷുഡ് റീച്ച് ദ മെയിൽ ഗമീറ്റ്സ്. This type of gamete transfer is seen in higher plants and animals including human beings. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഫ്യൂ ഫംഗൈൽ അതേപോലെ ആൽഗയിലൊക്കെ അവരുടെ 2 ഗമീറ്റ്സും മോട്ടൈലാണെന്നറിയാം. അപ്പോൾ ഈ കേസിൽ മെയിൽ ഗമീറ്റ്സ് മെയിൽ ബോഡിയിൽ നിന്ന് പുറത്തേക്ക് വരണം, അതേപോലെ ഫീമെയിൽ ഗമീറ്റ്സ് ഫീമെയിൽ ബോഡിയിൽ നിന്ന് പുറത്തേക്ക് വരണം, ആൻഡ് ദേ വിൽ ഫ്യൂസ് ടുഗെദർ സംവെയർ. And in order to fuse together, they require some medium. Algae, bryophytes, pteridophytes ന്റെ കേസിലൊക്കെ ഈ ഗമീറ്റ്സിനെ ട്രാൻസ്ഫർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന മീഡിയമാണ് വാട്ടർ. ഓക്കെ, അപ്പോൾ മെയിൽ ഗമീറ്റ്സ് ഫീമെയിൽ ഗമീറ്റ്സിന്റെ അടുത്തേക്ക് ട്രാൻസ്ഫർ ആകുമ്പോൾ
എ ലാർജ് നമ്പർ ഓഫ് മെയിൽ ഗാമീറ്റ്സ് ദേ വിൽ ഫെയിൽ ടു റീച്ച് ദ ഫീമെയിൽ ഗാമീറ്റ്സ്. അതുകൊണ്ട് തന്നെ ഈ ട്രാൻസ്പോർട്ടിന്റെ സമയത്ത് മെയിൽ ഗാമീറ്റ്സിന്റെ ലോസ് ഉള്ളത് കൊണ്ട് തന്നെ these male gametes are produced in large number than female gametes. ഓക്കെ, അപ്പോൾ ഇനി സീഡഡ് പ്ലാന്റ്സിലൊക്കെ ഗമീറ്റ് ട്രാൻസ്ഫർ എങ്ങനെ നടക്കണമെന്ന് നോക്കാം. അപ്പോൾ സീഡഡ് പ്ലാന്റ്സിലെ ഗമീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നത് പോളിനേഷൻ വഴിയാണ്. ആൻഡ് വാട്ട് ഈസ് പോളിനേഷൻ? പോളിനേഷൻ ഇസ് എ ട്രാൻസ്ഫർ ഓഫ് pollen grains from male anther to a female stigma. അപ്പോൾ നമുക്കറിയാം pollen grains carry male gametes. ഓക്കെ, അപ്പോൾ ഈ മെയിൽ ഗാമീറ്റ്സ് ഉള്ള പോളൻ ഗ്രെയിൻസ് സ്റ്റിഗ്മയിൽ എത്തണം ഫെർട്ടിലൈസേഷൻ നടക്കണമെങ്കിൽ. ഓക്കെ, ആൻഡ് ദിസ് പ്രോസസ് ഇസ് പോളിനേഷൻ. ഇനി ബൈസെക്ഷൽ പ്ലാന്റ്സ്, നമുക്കറിയാം ബൈസെക്ഷൽ പ്ലാന്റ്സ് എന്ന് പറയുന്നത് സെൽഫ് ഫെർട്ടിലൈസിങ് പ്ലാന്റ്സ് എന്നറിയാം. അവരുടെ ആന്തറും അതുപോലെ സ്റ്റിഗ്മയും ദേ ആർ ലൊക്കേറ്റഡ് വെരി ക്ലോസ്ലി. അതുകൊണ്ട് തന്നെ ആന്തറിൽ നിന്ന് പോളൻ ഗ്രെയിൻസ് ഷെഡ് ആയാൽ വേഗം തന്നെ അവർക്ക് സ്റ്റിഗ്മയിൽ എത്തിച്ചേരാൻ പറ്റും. ആൻഡ് ഫെർട്ടിലൈസേഷൻ വേഗം തന്നെ നടക്കാൻ പറ്റും. അപ്പോൾ ഇതിന് എക്സാമ്പിളാണ് പി. ഇനി ഗമീറ്റ് ട്രാൻസ്ഫർ ഇൻ ക്രോസ് പോളിനേറ്റിംഗ് പ്ലാന്റ്സ്. അപ്പോൾ ക്രോസ് പോളിനേറ്റിംഗ് പ്ലാന്റ്സ് പറയുമ്പോൾ ഇത് നടക്കുന്നത് 2 പ്ലാന്റ്സിലായിരിക്കും. ഓക്കെ, അപ്പോൾ ഒരു ഫ്ലവറിൻ്റെ അല്ലെങ്കിൽ ഒരു പ്ലാന്റിന്റെ ഫ്ലവറിന്റെ സ്റ്റേമിൽ നിന്ന് പോളൻ വേറൊരു ഫ്ലവറിന്റെ അല്ലെങ്കിൽ വേറെ പ്ലാന്റിന്റെ ഫ്ലവറിന്റെ സ്റ്റിഗ്മയിലേക്ക് ട്രാൻസ്ഫർ ആകും. ആൻഡ് ദിസ് ഇസ് ക്രോസ് പോളിനേഷൻ. അപ്പോൾ ഇതിൽ നിന്ന് ഈ വേറെ അടുത്ത ഫ്ലവറിലേക്ക് ട്രാൻസ്ഫർ ആണെങ്കിൽ അതിൽ കുറച്ച് എക്സ്റ്റേണൽ ഏജൻസി വേണ്ടി വരും. ലൈക്ക് വിൻഡ്, ഇൻസെക്ട്സ്, വാട്ടർ, അതേപോലെ റെയിൻ ഒക്കെ വേണ്ടി വരും. ഓക്കെ, ഇവിടെ എങ്ങനെയാണ് പോളിനേഷൻ നടക്കണമെന്ന് വെച്ചാൽ, അപ്പോൾ എക്സ്റ്റേണൽ ഏജന്റ് വഴി ഒരു ഫ്ലവറിൽ നിന്ന് പോളൻ ഗ്രെയിൻസ് ഒരു ഫ്ലവറിന്റെ അടുത്ത ഫ്ലവറിന്റെ സ്റ്റിഗ്മയിൽ വന്നിട്ട് വീണു. എന്നിട്ട് ഈ സ്റ്റിഗ്മയിൽ വെച്ചിട്ട് ഈ പോളൻ ഗ്രെയിൻസ് ജെർമിനേറ്റ് ചെയ്ത് ഒരു പോളൻ ട്യൂബ്സ് ഡെവലപ്പ് ചെയ്യും. ആൻഡ് ദിസ് പോളൻ ട്യൂബ്സ് ഗ്രോസ് അണ്ടിൽ ഇറ്റ് റീച്ചസ് ഓവർ എ ഫ്ലവർ. അപ്പോൾ ആൻഡ് ദെൻ ഈ പോളൻ ട്യൂബിൽ കൂടെ നമ്മുടെ മെയിൽ ഗമീറ്റ്സ് ഓവറിലെത്തിയിട്ട് ആൻഡ് ദേ വിൽ ഗെറ്റ് ഫ്യൂസ് ആൻഡ് ഫെർട്ടിലൈസേഷൻ ഒക്കർ. ആൻഡ് ദിസ് ഒക്കേഴ്സ് ഇൻ ക്രോസ് പോളിനേറ്റിംഗ് പ്ലാന്റ്സ്. അപ്പോൾ ദിസ് ഈസ് ഓൾ അബൌട്ട് പ്രീ ഫെർട്ടിലൈസേഷൻ ഇവൻറ്റ്സ്. നമുക്ക് കഴിഞ്ഞ അടുത്ത ക്ലാസ്സിൽ ഫെർട്ടിലൈസേഷൻ ഇവൻറ്റ്സിനെ കുറിച്ച് നോക്കാം. അപ്പോൾ ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. Thank you so much for listening me. Have a nice day.